നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്നുള്ള മനോവിഷമത്തിൽ യുവതി ജീവനൊടുക്കിയ സംഭവം അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മഞ്ചേശ്വരം പാവൂരിൽ നിന്നും മധ്യവയസ്കനെ ഒരു സംഘം വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി. സംഘത്തെ പിന്തുടർന്ന് മഞ്ചേശ്വരം പോലീസ് ഇയാളെ സാഹസികമായി രക്ഷപ്പെടുത്തി. മുള്ളേരിയ പെരിയടുക്കയിൽ വീട്ടുമുറ്റത്തെ കിണറ്റിൽ പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തിയ സംഭവം പ്രദേശവാസികളിൽ ആശങ്ക ഉയർത്തുന്നു. മുളിയാർ പാണൂരിലെ കയർ ഫാക്ടറിയിൽ തീപിടുത്തം, ലക്ഷങ്ങളുടെ നാശനഷ്ടം കണക്കാക്കുന്നു. കാസർഗോഡ് കാഞ്ഞങ്ങാട് ഓൾഡ് SH റോഡിന്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ചെമ്മനാട് പഞ്ചായത്ത് പരിധിയിലെ ഹിന്ദു ഏകതാ സമ്മേളന സമിതിയുടെ നേതൃത്വത്തിൽ ഹിന്ദു ഏകതാ സമ്മേളനം നടന്നു. ബ്രഹ്മചാരിണി ദിശ ചൈതന്യ ഉദ്ഘാടനം ചെയ്തു. കുവൈത്ത് സിറ്റി KEA ഖൈത്താൻ ഏരിയ ഇഫ്താർ സംഗമം നടത്തി. തക്കാര റെസ്റ്റോറന്റിൽ KEA പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി CH ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്നുള്ള മനോവിഷമത്തിൽ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. നാലത്തടുക്ക സ്വദേശിനി ജസീലയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. തനിക്ക് നേരിട്ട ദുരനുഭവം വിവരിച്ചുകൊണ്ടുള്ള വീഡിയോ ചിത്രീകരിച്ചതിന് ശേഷമാണ് യുവതി ജീവനൊടുക്കിയത്. കാസർഗോഡ് മോഷണക്കുറ്റം ആരോപിച്ച് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ നിർണായക നീക്കങ്ങളുമായി പോലീസ്. യുവതിക്ക് നേരെ ആരോപണമുന്നയിച്ച ആൺസുഹൃത്തിനെയും ഇയാളുടെ മാതാപിതാക്കളെയും ചോദ്യം ചെയ്യും. ഒപ്പം സ്വർണം മോഷ്ടിച്ചെന്ന ആദൂർ പോലീസിൽ നൽകിയ പരാതിയിൽ വിശദമായ അന്വേഷണവും നടത്തും. നാലത്തടുക്ക സ്വദേശിനി ജസീലയാണ് തനിക്ക് നേരിട്ട ദുരനുഭവം വിവരിച്ചുകൊണ്ടുള്ള വീഡിയോ ചിത്രീകരിച്ചതിനു ശേഷം ജീവനൊടുക്കിയത്. ജസീല ജീവനൊടുക്കിയ സംഭവം അപമാനഭീതിയും അപവാദ പ്രചരണത്താലുമുള്ള മനോവിഷമത്തിലെന്നാണ് FIR-ൽ പറയുന്നത്. ജസീലയുടെ സുഹൃത്ത് അഫ്രീദിന്റെ മാതാപിതാക്കൾ വീട്ടിൽ നിന്നും നഷ്ടപ്പെട്ട 9.5 പവൻ സ്വർണം മോഷ്ടിച്ചത് ജസീലയെന്ന് പ്രചരിപ്പിച്ചതിലുള്ള മനോവിഷമത്താലാണെന്നും FIR-ൽ പറയുന്നു. ജസീലയുടെ സഹോദരൻ മുഹമ്മദ് അനാസിന്റെ പരാതിയിൽ വിദ്യാനഗർ പോലീസാണ് കേസെടുത്തത്. തന്റെ നിരപരാധിത്വം വിശദമാക്കുന്ന വീഡിയോ ചിത്രീകരിച്ച് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചുകൊടുത്താണ് ജസീല എലിവിഷം കഴിച്ച് ജീവനൊടുക്കിയത്. എൻ്റെ പേര് ജസീല. ഞാനെന്തായാലും ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ കുറേ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മാൻ്റെ ഗോൾഡ് മിസ്സായിന്. അത് ഞാൻ എടുത്തു എന്നാ പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലുമില്ല, കരയത്ത് പോലുമില്ല, അങ്ങനത്തെ ഒരു സ്വർണ്ണം ഉള്ളത് പോലും. എൻ്റെ പേരിൽ എന്തൊക്കെയോ ഞാൻ ഏതൊക്കെ ചെക്കന്മാരൊക്കെ കോഴിക്കോട് ഒരു റൂം എടുത്തിട്ട് നിന്ന് അങ്ങനെ എന്തൊക്കെയോ ആരോപണം പറഞ്ഞു നടക്കുക. അവർ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ എല്ലാവരും അറിഞ്ഞില്ല. കാര്യം എൻ്റെ വീട്ടിൽ ആർക്കും സമാധാനമില്ല. എല്ലാവരും മരിക്കേണ്ട അവസ്ഥയില്ല. എൻ്റെ മക്കളുടെ മരണത്തിന് ഉത്തരവാദി എൻ്റെ ഫ്രണ്ടും അഫ്രീദിൻ്റെ ഉമ്മ അപ്പ അവർ വീട്ടുകാരെടുക്കാതെ എന്നെ നാണം കെടുത്തിട്ട് പറഞ്ഞിട്ട് 2 പേര് ഇവിടെ വന്നിട്ടുണ്ടായി. അവരെന്തൊക്കെയോ അനാവശ്യം പറഞ്ഞിട്ട് പോയി. എൻ്റെ സത്യം ആരും വിശ്വസിക്കുന്നില്ല. ഞാൻ റിട്ടേൺ കംപ്ലൈൻറ്റ് എടുക്കാമെന്ന് വിചാരിച്ചാൽ ആദൂർ പോലീസ് സ്റ്റേഷനിലത്തെ ആൾക്കാർ അതിന് സമ്മതിക്കണമില്ല. അവർ നിൻ്റെ ഭാഗത്ത് തന്നെ പോയിട്ടെന്ന് പറഞ്ഞിട്ട് എന്നെ റിട്ടേൺ കംപ്ലൈൻറ്റ് എടുക്കാൻ വരെ സമ്മതിക്കണില്ല. എൻ്റെ മരണത്തിന് ഉത്തരവാദി ഇവരൊക്കെയാണ്. എൻ്റെ ഹസ്ബൻഡും ഉണ്ട് അതിന് പങ്കാളിയായിട്ട്. ഹസ്ബൻഡിൻ്റെ ഉമ്മ അതിനധികം ജീവിച്ചിരിക്കില്ല. എത്ര ദിവസം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എൻ്റെ സത്യം തടയാൻ വേണ്ടി മാക്സിമം ട്രൈ ആക്കി ഞാൻ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അവർ വിശ്വസിക്കണില്ല. മരിച്ചിട്ടാണെങ്കിൽ എൻ്റെ സത്യം തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കുള്ള ശിക്ഷ കൊടുക്കണം. നിങ്ങൾ ജനങ്ങൾ എന്നെ കൊടുത്താലോ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഞാൻ കാരണം ഒരു സമാധാനം ഉണ്ടായിട്ട് അവരെപ്പോഴും വിഷമിപ്പിച്ചോണ്ടെന്ന് ഇതിൻ്റെ പേരിൽ അവർക്കും അറിയാൻ അനുഭവിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പ്രാർത്ഥിക്കേണ്ടതൊക്കെ പ്രാർത്ഥിച്ച് കുറേ നേർച്ച വെച്ച് എടുക്കാത്ത ആഭരണം ഞാൻ എങ്ങനെ പോയി കൊടുക്കാനാ? ആ വീട്ടിൽ 9.5 പവൻ ഉണ്ടതുപോലെ എനിക്കറിയില്ലായിരുന്നു. സ്വർണ്ണമോഷണം സംബന്ധിച്ച് ആദൂർ പോലീസിൽ അഫ്രീദിന്റെ മാതാപിതാക്കൾ പരാതി നൽകിയതിനെ തുടർന്ന്
ജസീലയെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് തെളിവുകളൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് ജസീലയെ വിട്ടയക്കുകയായിരുന്നു. എന്നാൽ സ്വർണം മോഷ്ടിച്ചത് ജസീലയാണെന്ന തരത്തിൽ വ്യാപക പ്രചരണമുണ്ടായി. ഒപ്പം സുഹൃത്ത് അഫ്രീദിനെ ചേർത്തും അപവാദ കഥകൾ പ്രചരിപ്പിച്ചു. ഇതിലുള്ള കടുത്ത മനോവിഷമമാണ് ജസീല ജീവനൊടുക്കാൻ കാരണം. മരണത്തിന് തൊട്ടുമുൻപ് ചിത്രീകരിച്ച 5 മിനിറ്റിലേറെ ദൈർഘ്യമുള്ള വീഡിയോയിൽ ജസീല ഈ വിവരങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നുണ്ട്. മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് ഭർത്താവിന്റെ വീട്ടിൽ നിന്നുണ്ടായ ദുരനുഭവവും തന്റെ 2 കുഞ്ഞുമക്കളുടെ ഭാവിയിലും ജസീല വീഡിയോയിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ആദൂർ പോലീസ് സ്റ്റേഷനിലുണ്ടായ ദുരനുഭവവും ജസീല വിവരിക്കുന്നുണ്ട്. ബെഞ്ചിക്കോട് കോളനിയിലെ അവിടെയുള്ള ആൾക്കാർ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡാണെങ്കിൽ എപ്പോഴും ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് വേറെ പൈസയായിട്ട് ബന്ധമുണ്ട്. അങ്ങനെയൊക്കെ എൻ്റെ മക്കളെ ഇവിടെ നിർത്താൻ പറ്റൂല. ആരും നോക്കില്ല. അവരെന്നെ കൊണ്ടുപോകാം. എൻ്റെ സത്യം എപ്പോഴെങ്കിലും തെളിഞ്ഞാൽ ഞാൻ മരിച്ചിട്ട് എങ്ങനെയുണ്ട് സത്യം തെളിയണം. ഞാൻ എത്ര ദിവസം, എത്ര നിമിഷം, എത്ര മണിക്കൂർ ഞാൻ നിൽക്കുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് വയ്യാത്ത അവസ്ഥയിലാണ് ഞാനുള്ളത്. ഞാൻ എൻ്റെ മക്കളും പോയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നിയമപരമായിട്ട് ശിക്ഷിക്കണം. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്ത് അവരൊന്നും തന്നെ നാണം കെടുത്തി വെച്ചെന്നെ സത്യം തടയാൻ വേണ്ടി കംപ്ലൈൻറ്റ് എടുക്കാൻ ഞാൻ തന്നെ പറഞ്ഞു. എന്നിട്ട് എൻ്റെ പേര് തന്നെ അവരെ ഞാനെന്ത് തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. സത്യം പ്ലീസ് തെളിയിക്കണം. എൻ്റെ മരണത്തോടാണെങ്കിലും സത്യം തെളിയിക്കണം. അരച്ചാൽ ഞാൻ എൻ്റെ മക്കൾക്കും പോയി ആർക്കും പോകാനില്ല. എൻ്റെ വീട്ടുകാർക്ക് എന്ത് പറ്റിയ കുഴപ്പമില്ല. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്താൻ ഞാൻ ആ വീട്ടിലേക്ക് പോയോണ്ടല്ല എൻ്റെ പേര് വന്ന്. ഇങ്ങനെല്ലാം ആവുമെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഞാൻ ആ വീട്ടിലേക്ക് പോട്ടേന. നിങ്ങളെന്നെ പറ, ഇങ്ങനെ ഇങ്ങനത്തെ പ്രശ്നമാവുമെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഞാൻ ആ വീട്ടിലേക്ക് പോട്ടേന. ഇല്ലല്ലോ, ഞാൻ മനസ്സാവാത്ത അറിയാത്ത അതിനൊക്കെ വേറെ എന്തൊക്കെയോ പേരിട്ടിട്ട് ഇവരെനിക്ക് തരുന്നുണ്ട്. അവിടെ റൂം എടുത്തിട്ട് പോയി ഇവിടെ എനിക്കറിയാത്ത പോലും. ഗോൾഡ് മിസ്സായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് പറയണം. അല്ലാണ്ട് എന്നെ എന്തിനിങ്ങനെ നാണം കെടുത്തിയത്. എൻ്റെ മക്കൾക്ക് എന്നെ ജീവിക്കാൻ കഴിയുക, തലവെച്ച് നടക്കാൻ പറ്റുമോ, ഒന്നും പറ്റൂലല്ലോ. അതുകൊണ്ട് അവരെന്നെ കൊണ്ടുപോകുന്നത്. എല്ലാവരും എന്നെ കൊണ്ടുപോകാൻ സത്യം തെളിയിക്കണം. ഒരു ദിവസം തെളിയുന്ന വിശ്വാസത്തോടെ ഞാനിവിടെ അവരില്ലെങ്കിൽ ഒരു ദിവസം സത്യം തെളിയെന്നുള്ളൊരു വിശ്വാസത്തോടെ ഞാൻ പോവാ. എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ പോവാ. സംഭവത്തിൽ ആദൂർ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതും അന്വേഷിക്കും. കഴിഞ്ഞ ഞായറാഴ്ചയാണ് വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നാലത്തൊടുക്കയിലെ തന്റെ സ്വന്തം വീട്ടിൽ എലിവിഷം കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ജസീല വെള്ളിയാഴ്ച രാത്രിയോടെയാണ് മരണപ്പെട്ടത്. മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി ജസീലയുടെ മരണമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ മോള് പഠിക്കാൻ പോകുന്നിട്ട് ചങ്ങായി ഉണ്ടായിരുന്നു. ആ ചങ്ങായി അവളോട് 2 പൗണ് വാങ്ങി ഫാൻസി തുടങ്ങിയിട്ട്. എന്നിട്ട് ഫാൻസി തുടങ്ങിയിട്ടാണെന്ന് അറിയാല. ഓരോ പേരത്തെ 9 പൗണ് കാണലായിട്ട് ഇവിടെ പ്രശ്നമാക്കാന്ന് വന്നു. ആ പേരത്തെ ഉമ്മാവും ആ ചെക്കനും വന്നിട്ട് എല്ലാവരും ഭീഷണിപ്പെടുത്തി. അവൾ മുസാബല പിടിച്ച് ഞാൻ 9 പൗണ് എടുത്തിട്ടാ എന്നെ പറയണ്ട, ഞാൻ മരിച്ചോ, നീ മരിച്ച നമുക്ക് എന്താ കിട്ടും. എന്നിട്ട് അവള് ബേജാറ് കൊണ്ട് മരിച്ച. ആലൂർ പോലീസ് വിളിപ്പിച്ചിന്. എന്നിട്ട് ഞാനും ഓളും പോയിട്ടാകുമ്പോൾ ഓളിൽ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കാൻ കഴിയും. ഞാൻ പൊന്നെടുത്തിട്ടാ എന്നെ പറയുമ്പോൾ പോലീസ് അവിടെ പറഞ്ഞ് റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കാൻ കഴിയില്ല, നീ എന്നെ എടുത്തിനെ. ഉള്ളാൾ തന്നെ കഴിഞ്ഞിട്ട് ബേജാറാക്കി. അപ്പം ഞാനും കേട്ട് പോലീസ് നായനൊക്കെ കൊണ്ട് നമുക്ക് തെളിയല്ലേ. അപ്പോൾ പറഞ്ഞ് പോലീസ് നായനെ കൊണ്ടുവരാൻ കഴിയല. അത് അന്ന് തന്നെ കൊണ്ടുവരണം ചോദിച്ചു. പിന്നെ ഓർമ്മ തേടുന്ന ഓളെ ഭീഷണിപ്പെടുത്തി. ഈ മെച്ച് നമുക്ക് ഭർത്താവിൻ്റെ ഉമ്മാവും വന്നിന്, പൊങ്ങും വന്നിന്. ഓർമ്മത്ത് ഓളെ എന്തെല്ലാം പറഞ്ഞു, എനിക്ക് ബാണ്ട ഉള്ള DNA ടെസ്റ്റ് എടുക്കണം എന്നെല്ലാം പറഞ്ഞു. ഒക്കെ ബേജാറായിട്ട് ആൾ പാപ്പം ആരെയും പറയാല. അങ്ങനത്തെ പെണ്ണ് 2 പിള്ളേരുണ്ട്. പിള്ളേർ പോയി, പിള്ളേർ ഉമ്മ പോയി. ഞങ്ങൾ അങ്ങനെ നോക്കിയല്ല, തിരിച്ചെത്തി നോക്കി 2 പെണ്ണും ഒരാണും. ഓളൊരു വത്തപ്പെടുത്തി തടയാറ് മുട്ട കള്ളപ്പേര് നമുക്ക് ബേജാറായി.
പിന്നെ വേറെ എന്തെല്ലാം ഈ പെക്കർ എന്തെല്ലാം ഇളപ്പിച്ചിട്ട് ഉണ്ടാക്കി കൂട്ടിപ്പേരെല്ലാം പറഞ്ഞിട്ട് ഇതെല്ലാം ഉണ്ടാക്കി. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലൊക്കെ പീടിൻ്റെ അടുത്ത് മൂട്ടിട്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാക്കി. സഹിക്കാൻ കഴിയായിട്ട് ഓളെ വെച്ച് ആ ചെക്കൻ്റെ ഉമ്മാമത്തിയുടെ വിഷ്ണുവത്തിന് വാങ്ങാൻ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം പാവൂരിൽ നിന്നും മധ്യവയസ്കനെ ഒരു സംഘം സിനിമാ സ്റ്റൈലിൽ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി. സംഘത്തെ പിന്തുടർന്ന മഞ്ചേശ്വരം പോലീസ് ഇയാളെ സാഹസികമായി രക്ഷപ്പെടുത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് സംഘാംഗങ്ങളായ 4 പേരെ അറസ്റ്റ് ചെയ്തു. പണമിടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തട്ടിക്കൊണ്ടുപോകലിൽ കലാശിച്ചത്. പാവൂർ കൊമ്പംകുഴിയിലെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അബ്ദുൽ റഹിമാൻ എന്നയാളെ വെള്ളിയാഴ്ച രാത്രിയാണ് സിനിമാ സ്റ്റൈലിൽ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയത്. പോലീസ് യൂണിഫോംധാരികളും ഒരു സ്ത്രീയും ഉൾപ്പെടെയുള്ള സംഘമാണ് തട്ടിക്കൊണ്ടുപോയത്. സംഭവത്തിൽ അബ്ദുൽ റഹിമാന്റെ ഭാര്യ താഹിറയുടെ പരാതിയിൽ മഞ്ചേശ്വരം പോലീസ് അന്വേഷണം നടത്തുകയും സംഘത്തെ പിന്തുടർന്ന് അതിസാഹസികമായി പിടികൂടുകയുമായിരുന്നു. പാവൂർ കുണ്ടാപ്പുവിലെ അബ്ദുൽ ഗഫൂർ, മച്ചമ്പാടിയിലെ അബൂബക്കർ അനസ്, കയർക്കട്ടയിലെ മുഹമ്മദ് സിഹാബ്, കർണാടക ബണ്ട്വാളിലെ മുഹമ്മദ് റഫീഖ് എന്നിവരെയാണ് മഞ്ചേശ്വരം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പി അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കർണാടകയിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. ഇവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അബ്ദുൽ റഹിമാന്റെ മകന്റെ കച്ചവടത്തിനു വേണ്ടി പ്രതികളിലൊരാളായ അബ്ദുൽ ഗഫൂറിന്റെ സഹോദരിയുടെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിച്ചിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത് തിരിച്ചു നൽകാത്തതിനെ തുടർന്ന് പ്രതികൾ ആസൂത്രണം നടത്തി അബ്ദുൽ റഹിമാനെ തട്ടിക്കൊണ്ടുപോകുകയായിരുന്നു. മൈസൂരുവിലേക്കാണ് തട്ടിക്കൊണ്ടുപോയതെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. ഇവിടെ നിന്നും തിരിച്ചുവരവെയാണ് സംഘത്തെ പോലീസ് പിടികൂടുകയും അബ്ദുൽ റഹിമാനെ രക്ഷപ്പെടുത്തുകയും ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുള്ളേരിയ പെരിയടുക്കയിൽ വീട്ടുമുറ്റത്തെ കിണറ്റിൽ പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തിയ സംഭവം പ്രദേശവാസികളിൽ ആശങ്ക ഉയർത്തുന്നു. ആനന്ദിന്റെ വീട്ടുമുറ്റത്തെ കിണറ്റിലാണ് കഴിഞ്ഞ ദിവസം പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. കാറടുക്ക വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലകളിൽ പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന് പ്രദേശവാസികളുടെ പരാതി നേരത്തെ ഉയർന്നിരുന്നു. ഇതിനിടയിലാണ് മുള്ളേരിയ പെരിയടുക്കയിൽ വീട്ടുമുറ്റത്തെ കിണറ്റിൽ പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. പെരിയടുക്കയിലെ ആനന്ദിന്റെ വീട്ടുമുറ്റത്തെ കിണറിലാണ് പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30യോടെയാണ് വിവരം വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. RRT സംഘമെത്തി ഫയർഫോഴ്സിന്റെ സഹായത്തോടെയാണ് പുലിയെ പുറത്തെടുത്തത്. കഴിഞ്ഞ കുറെ നാളായി കാറടുക്ക വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലകളിൽ പുലിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് പലയിടത്തായി കെണികൾ സ്ഥാപിച്ചുവെങ്കിലും പുലിയെ പിടികൂടാനായില്ല. ശനിയാഴ്ച രാത്രി പുലി കിണറ്റിൽ വീണതാകാനാണ് സാധ്യത. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന മേഖലയിലാണ് വീടും കിണറും സ്ഥിതി ചെയ്യുന്നത്. കിണറിൽ നിന്നും പുറത്തെടുത്ത പുലിയെ തുടർ നടപടികൾക്കായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ, മുള്ളേരിയ. മുളിയാർ പാണൂരിലെ കയർ ഫാക്ടറിയിൽ തീപിടുത്തം, ലക്ഷങ്ങളുടെ നാശനഷ്ടം. മണിക്കൂറുകൾ നീണ്ട ശ്രമഫലത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കാനായത്. മുളിയാർ പാണൂരിലെ സ്കന്ദ ചകരി ഫാക്ടറിക്ക് തീപിടിച്ച് ലക്ഷങ്ങളുടെ നഷ്ടം. ഞായറാഴ്ച രാത്രി 8:30യോടെയാണ് തീ പടർന്നത്. പാണൂരിലെ ഹരികൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ചകരി ഫാക്ടറി. ഉടമയുടെ വീടിനോട് ചേർന്നാണ് ഫാക്ടറി പ്രവർത്തിക്കുന്നത്. ഞായറാഴ്ച അവധിയായതിനാൽ തൊഴിലാളികൾ സ്ഥലത്തുണ്ടായിരുന്നില്ല. കുന്നിൻ ചെരുവിലുള്ള വീട്ടുകാർ തീ ആളിപ്പടരുന്നത് കണ്ട് ഫോണിലൂടെ ഉടമയെ അറിയിക്കുകയായിരുന്നു. തീ പടരുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഉടമയായ ഹരികൃഷ്ണൻ ഫാക്ടറിക്ക് ചുറ്റുപാടും നിരീക്ഷണം നടത്തിയിരുന്നു. തീ പടർന്നത് എങ്ങനെയാണെന്ന് സംബന്ധിച്ച് വ്യക്തതയില്ല. ഫാക്ടറിയുടെ പുറംഭാഗത്ത് കൂട്ടിയിട്ടിരുന്ന ചകിരിച്ചോറിലാണ് തീ പടർന്നത്. ഫാക്ടറിയുടെ ഒരു ഭാഗത്തേക്കും തീ പടർന്നു. കാസർഗോട്ട് നിന്ന് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി സണ്ണി ഇമാനുവലിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാ ജീവനക്കാർ തീ അണക്കുന്നതിന് ശ്രമം നടത്തി. അഗ്നിരക്ഷാ വാഹനത്തിലെ വെള്ളം തീർന്നതും തീ അണക്കുന്നതിന് തടസ്സമായി. സമീപ വീട്ടിലെ ജലസംഭരണിയിൽ നിന്ന് വെള്ളം ശേഖരിച്ച് തീ അണയ്ക്കാൻ ശ്രമം നടത്തി. ന്യൂസ് ബ്യൂറോ, മുളിയാർ. കാസർഗോഡ് കാഞ്ഞങ്ങാട് ഓൾഡ് SH റോഡിന്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് സമീപം ക്ലോക്ക് ടവറിനടുത്ത് സംഘടിപ്പിച്ച പ്രാദേശിക ചടങ്ങിൽ NA നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിച്ചു.
ചടങ്ങിൽ റോഡിനായി ഇടപെടൽ നടത്തിയ നഗരസഭാ കൗൺസിലറായിരുന്ന പൊതുപ്രവർത്തകൻ മുഹമ്മദ് കുഞ്ഞിയെ ആദരിച്ചു. 2021-2022 സംസ്ഥാന ബജറ്റിൽ 5 കോടി രൂപ ഭരണാനുമതി ലഭിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഓൾഡ് SH റോഡിന്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. 283 കോടി രൂപയാണ് ഈ റോഡുകളുടെ നിർമ്മാണത്തിനായി ചെലവഴിച്ചത്. 531 കോടി രൂപ ചെലവഴിച്ചാണ് ഇവിടെ ജംഗ്ഷന്റെയും അനുബന്ധ റോഡുകളുടെയും വികസനം നടപ്പാക്കുന്നത്. നമുക്കറിയാം, വികസനം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭാഗമായി ചില സ്ഥാപനങ്ങൾ, അവയിരിക്കുന്ന സ്ഥലങ്ങൾ ഒക്കെ ഏറ്റെടുക്കേണ്ടതായി വരും. വികസന പദ്ധതി നടപ്പാക്കാൻ സർക്കാരുമായി പൂർണ്ണമായി സഹകരിക്കുന്ന നിലയാണ് പൊതുവെ വ്യാപാരികൾ സ്വീകരിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള ഇതുമായി സഹകരിച്ച എല്ലാ വ്യാപാരികൾക്കും ഈ ഘട്ടത്തിൽ സർക്കാരിന്റെ നന്ദി അറിയിക്കട്ടെ. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് സമീപം ക്ലോക്ക് ടവറിനടുത്ത് സംഘടിപ്പിച്ച പ്രാദേശിക യോഗത്തിൽ കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് അധ്യക്ഷത വഹിച്ചു. നിരത്തുകൾ വിഭാഗം കാസർഗോഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയ്യൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ മുഖ്യാതിഥിയായിരുന്നു. കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ റോഡിനായി ഇടപെടൽ നടത്തിയ നഗരസഭാ കൗൺസിലറായിരുന്ന പൊതുപ്രവർത്തകൻ മുഹമ്മദ് കുഞ്ഞി തായിലങ്ങാടിയെ ആദരിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KM ഹനീഫ്, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സെമീന മുജീബ്, പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർമാൻ ജാഫർ കമാൽ, കൗൺസിലർമാരായ മഫീന ഹനീഫ, ഹരീഷ് KR, രാമകൃഷ്ണ ഹൊള്ള, റഹ്മാൻ തൊട്ടാൻ, കാസർഗോഡ് നഗരസഭാ മുൻ ചെയർമാൻ അബ്ബാസ് ബീഗം, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KA മുഹമ്മദ് ഹനീഫ, V രാജൻ, അബ്ദുറഹിമാൻ ബാങ്കോട്, അസീസ് കടപ്പുറം, സുരേഷ് പുതിയടത്ത് എന്നിവർ സംസാരിച്ചു. നിരത്തുകൾ ഉത്തരമേഖല കോഴിക്കോട് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ മിനി PK സ്വാഗതവും, പൊതുമരാമത്ത് നിരത്തുകൾ ഉപവിഭാഗം കാസർഗോഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബാലകൃഷ്ണൻ PV നന്ദിയും പറഞ്ഞു. കാസർഗോഡ് ട്രാഫിക് ജംഗ്ഷൻ മുതൽ ക്ലോക്ക് ടവർ വരെ നീളുന്ന കാസർഗോഡ് കാഞ്ഞങ്ങാട് ഓൾഡ് SH റോഡ് യാഥാർത്ഥ്യമായത് മുഹമ്മദ് കുഞ്ഞി തായിലങ്ങാടിയുടെ ഇടപെടലിലായിരുന്നു. അഡ്വക്കേറ്റ് VM മുനീർ കാസർഗോഡ് നഗരസഭാ ചെയർമാനായിരുന്ന സമയത്ത് ഈ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് 3 യോഗങ്ങൾ ചേർന്നിരുന്നു. സ്ഥലമെടുപ്പ് നഗരസഭയുടെ ചുമതലയെന്ന നിലയിൽ 2 യോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതായിരുന്നു. കെട്ടിട ഉടമകളെ യോഗത്തിനെത്തിക്കുവാനും അവരുമായി ഈ പ്രവൃത്തിയെക്കുറിച്ച് സംസാരിക്കുവാനും ചടുലമായ പ്രവർത്തനമാണ് മുഹമ്മദ് കുഞ്ഞി നടത്തിയത്. ഇത്തരത്തിൽ പ്രവൃത്തിയുടെ തുടക്കം മുതൽ പണി തീരുന്നതുവരെ മുഹമ്മദ് കുഞ്ഞി മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായാണ് കാസർഗോഡിന് മനോഹരമായ ഈ റോഡ് ലഭിച്ചത്. നഗരത്തിൻ്റെ ഹൃദയഭാഗമായതിനാലും പൊട്ടിപ്പൊളിഞ്ഞ റോഡായതിനാലും നേരത്തെ കറന്തക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായിരുന്നു. ഇരുവശത്തും വീതി കൂട്ടി റോഡ് യാഥാർത്ഥ്യമായതോടെ നഗരത്തിലെ ഗതാഗത കുരുക്കിനും വലിയ രീതിയിലുള്ള ശമനമാണ് ഉണ്ടായിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ച കാസർഗോഡ് കാഞ്ഞങ്ങാട് ഓൾഡ് SH റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അഡ്വക്കേറ്റ് VM മുനീർ കാസർഗോഡ് നഗരസഭാ ചെയർമാനായിരുന്ന സമയത്ത് അന്നത്തെ കൗൺസിലറായിരുന്ന മുഹമ്മദ് കുഞ്ഞി നടത്തിയ ഇടപെടലിലാണ് ഈ റോഡ് യാഥാർത്ഥ്യമായത്. ഇരുവശവും വീതി കൂട്ടി നിർമ്മാണം പൂർത്തിയാക്കിയതിനാൽ തന്നെ കാസർഗോഡ് നഗരം അനുഭവിച്ചു വന്നിരുന്ന ഗതാഗത കുരുക്കിനും കൂടി ഈ റോഡിലൂടെ പരിഹാരമുണ്ടായിരിക്കുകയാണ്. ക്യാമറാമാൻ ഗണേഷ് പൈക്കയോടൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്. ചെമ്മനാട് പഞ്ചായത്ത് പരിധിയിലെ ഹൈന്ദവ സമൂഹത്തിന്റെ ആത്മീയ സാംസ്കാരിക ഏകീകരണം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കോളിയടുക്കത്ത് ഹിന്ദു ഏകതാ സമ്മേളന സമിതിയുടെ നേതൃത്വത്തിൽ ഹിന്ദു ഏകതാ സമ്മേളനം നടന്നു. സമ്മേളനം ബ്രഹ്മചാരിണി ദിശ ചൈതന്യ ഉദ്ഘാടനം ചെയ്തു. ധർമ്മ സംരക്ഷണത്തിനും സാമൂഹിക ഐക്യത്തിനും ഹിന്ദു സമൂഹം ഒന്നിക്കണമെന്ന് ദിശ ചൈതന്യ പറഞ്ഞു.
ചെമ്മനാട് പഞ്ചായത്ത് പരിധിയിലെ ഹൈന്ദവ സമൂഹത്തിൻ്റെ ആത്മീയ സാംസ്കാരിക ഏകീകരണം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഹിന്ദു ഏകതാ സമ്മേളന സമിതിയുടെ നേതൃത്വത്തിൽ ഹിന്ദു ഏകതാ സമ്മേളനം കോളിയടുക്കം സന്നിധാനം നഗറിൽ നടന്നു. സമ്മേളനം ബ്രഹ്മചാരിണി ദിശ ചൈതന്യ ഉദ്ഘാടനം ചെയ്തു. ധർമ്മസംരക്ഷണത്തിനും സാമൂഹിക ഐക്യത്തിനും ഹിന്ദു സമൂഹം ഒന്നിക്കണമെന്ന് ദിശ ചൈതന്യ പറഞ്ഞു. ഹിന്ദു വിശ്വാസികൾക്കും പ്രവർത്തകർക്കും ആത്മവിശ്വാസവും സമൂഹത്തിൽ സദാചാര മൂല്യങ്ങൾ നിലനിർത്തുന്നതിനും യുവതലമുറ ധാർമ്മിക വഴിയിൽ മുന്നേറുന്നതിനും എല്ലാവരും കൈകോർക്കണമെന്നും ദിശ ചൈതന്യ കൂട്ടിച്ചേർത്തു. സ്വാഗത സംഘം അധ്യക്ഷൻ ഗണേശൻ അരമങ്ങാനം അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം മുഖ്യ രക്ഷാധികാരിയും ചിന്മയ മിഷൻ ആചാര്യനുമായ സ്വാമി തത്വാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ശ്യാം മോഹൻ PV മുഖ്യ പ്രഭാഷണം നടത്തി. ചെമ്മനാട് പഞ്ചായത്ത് പരിധിയിലെ ക്ഷേത്ര സാമുദായിക സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും സമ്മേളനത്തിന് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. തുടർന്ന് അമ്മമാരുടെയും കുട്ടികളുടെയും മെഗാ തിരുവാതിരയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഹിന്ദു ഏകതാ സമ്മേളനം ചെമ്മനാട് പഞ്ചായത്ത് സംയോജകൻ നാഗേഷ് G പള്ളിപ്പുറം സ്വാഗതവും സ്വാഗത സംഘം ജനറൽ സെക്രട്ടറി കാർവർണൻ കാവുങ്കാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുവൈത്ത് സിറ്റി KEA ഖൈത്താൻ ഏരിയ ഇഫ്താർ സംഗമം നടത്തി. തക്കാര റെസ്റ്റോറന്റിൽ KEA പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി CH ഉദ്ഘാടനം ചെയ്തു. KEA ഖൈത്താൻ ഏരിയ ഇഫ്താർ സംഗമം തക്കാര റെസ്റ്റോറന്റിൽ ഏരിയ പ്രസിഡന്റ് ഹമീദ് SM-ന്റെ അധ്യക്ഷതയിൽ KEA പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി CH ഉദ്ഘാടനം ചെയ്തു. ചീഫ് പട്രൻ മെഹ്മൂദ് അപ്സര, ഇബ്രാഹിം കുന്നിൽ, KEA ജനറൽ സെക്രട്ടറി അസീസ് തളങ്കര, രാമകൃഷ്ണൻ കള്ളാർ എന്നിവർ സംസാരിച്ചു. ഏരിയ ഭാരവാഹികളായ കബീർ മഞ്ഞമ്പാറ, കുമാർ പുല്ലൂർ, ഖാലിദ് പള്ളിക്കര, മുനീർ ബലക്കാട്, അനൂപ്, മമ്മു SM, നിസാം മൗക്കോട്, നാരായണൻ, നൌഷാദ് തിടിയിൽ, നിസാർ മയ്യള, ഖാദർ കടവത്ത്, ഡോക്ടർ സിറാജ്, ഷാഫി ബാബ, സക്കീർ പയോട്ട, നിതിൻ എന്നിവർ ഇഫ്താർ സംഗമത്തിന് നേതൃത്വം നൽകി. അഡ്വൈസറി അംഗങ്ങൾ, കേന്ദ്ര നേതാക്കൾ, സെൻട്രൽ എക്സിക്യൂട്ടീവ്, വിവിധ ഏരിയ നേതാക്കൾ, മെമ്പർമാർ, കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 100-ലധികം പേർ സംഗമത്തിൽ പങ്കെടുത്തു. ഏരിയ സെക്രട്ടറി രാജേഷ് പരപ്പ സ്വാഗതവും ഓർഗനൈസ് സെക്രട്ടറി അഷ്റഫ് കോളിയടുക്കം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അപകടത്തെ തുടർന്ന് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ നിന്ന് ബാറ്ററി മോഷ്ടിക്കാൻ ശ്രമം. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ മഞ്ചേശ്വരം കരോട മസ്ജിദിന് സമീപമാണ് സംഭവം. ഹെൽമറ്റ് ധരിച്ചെത്തിയ യുവാവ് കാറിന്റെ ബാറ്ററി അഴിച്ചെടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരിൽ ഒരാൾ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയായിരുന്നു. 2 ദിവസം മുമ്പ് മഞ്ചേശ്വരം അണ്ടർപാസിൽ വെച്ച് ഒരു സ്കൂട്ടറുമായി കൂട്ടിയിടിച്ച കാറാണ് മസ്ജിദ് പരിസരത്ത് ഒതുക്കിയിട്ടിരിക്കുന്നത്. ആ അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് ഈ വഴി വന്ന പ്രദേശവാസി ഒരാൾ കാറിനുള്ളിൽ അസ്വാഭാവികമായി നിൽക്കുന്നത് കണ്ട് ചോദ്യം ചെയ്യുകയായിരുന്നുവെന്നാണ് സംഭവത്തെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത്. ഹെൽമറ്റ് ധരിച്ച മോഷ്ടാവ് താൻ ഗാരേജ് ഉടമയാണെന്ന് അവകാശപ്പെട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ ദൃശ്യങ്ങൾ പകർത്തിയതോടെ ഇയാൾ അവിടെ നിന്നും കടന്നുകളയുകയായിരുന്നു. ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. കാർ ഉടമ ഖലീൽ സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. മോഷണശ്രമം നടത്തിയ ആളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. തൃശൂരിലെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 3 കുപ്രസിദ്ധ ഗുണ്ടകളെ കാസർഗോഡ് കുമ്പളയിൽ നിന്ന് പോലീസ് പിടികൂടി. തൃശൂർ കുമ്പള പോലീസിന്റെ സംയുക്ത നീക്കത്തിലൂടെ ഇജാസ്, നിയാസ്, ഗോകുൽ കൃഷ്ണ എന്നിവരെയാണ്
കുണ്ടങ്കേരടുക്കയിലെ വീടിന്റെ ടെറസിൽ നിന്ന് സാഹസികമായി പിടികൂടിയത്. കഴിഞ്ഞ ഫെബ്രുവരി 17-ന് പെരിഞ്ഞനം സ്വദേശി അനീസിനെ വീട്ടിൽ കയറി ഇരുമ്പുവടി കൊണ്ട് മാരകമായി ആക്രമിച്ച കേസിലെ പ്രതികളാണിവർ. ഒന്നാം പ്രതിയായ ഇജാസിനെതിരെ വധശ്രമവും കവർച്ചയുമടക്കം 18 കേസുകളുണ്ട്. ഇയാൾക്കെതിരെ കാപ്പയും ചുമത്തിയിട്ടുണ്ട്. നിയാസിനും ഗോകുൽ കൃഷ്ണയ്ക്കുമെതിരെ വധശ്രമവും മയക്കുമരുന്നും ഇടപാടുകളും ഉൾപ്പെടെ ഒട്ടേറെ കേസുകൾ നിലവിലുണ്ട്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം കുമ്പള SI അബ്ദുൾ സലാമും സംഘവുമാണ് പ്രതികളെ കീഴ്പ്പെടുത്തിയത്. ഇവരെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവർക്കെതിരെയും പോലീസ് അന്വേഷണം ശക്തമാക്കി. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വായനശാല പരിപാടിക്കിടയിൽ കാട്ടുപന്നിയുടെ ആക്രമണം, 3 പേർക്ക് പരിക്കേറ്റു. ചായോത്ത് MG സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിജ്ഞാന വികസന സദസ്സിന്റെ സമാപനത്തിനിടെയായിരുന്നു കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത്. വായനശാലയുടെ നേതൃത്വത്തിൽ നടക്കുകയായിരുന്ന വിജ്ഞാന വികസന സദസ്സിനിടെ ഓർക്കാപ്പുറത്തുണ്ടായ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വായനശാല സെക്രട്ടറി ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. ചായോത്ത് സ്കൂളിന് സമീപം പ്രവർത്തിക്കുന്ന MG സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ നടന്നു വരികയായിരുന്ന വിജ്ഞാന വികസന സദസ്സിന്റെ സമാപനത്തിനിടെയാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ വായനശാല സെക്രട്ടറി P ബാബുരാജൻ മാസ്റ്റർ, വായനശാല അംഗങ്ങളായ അപ്പു മാസ്റ്റർ, V അജിത് എന്നിവർക്കാണ് പരിക്കേറ്റത്. പന്നിയുടെ ആക്രമണം നടക്കുന്ന സമയത്ത് നിരവധി പേരാണ് പരിപാടി വീക്ഷിക്കാൻ എത്തിയിരുന്നത്. ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ എല്ലാ വായനശാലകളിലും വിജ്ഞാന വികസന സദസ്സ് നടന്നുവരികയാണ്. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. സുതാര്യവും കാര്യക്ഷമവുമായി നിയമനങ്ങൾ നടത്തുന്നതിൽ കേരളം രാജ്യത്തിന്റെ മാതൃകയാണെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ജില്ലാ ഓഫീസ് കെട്ടിടത്തിന്റെയും ഓൺലൈൻ പരീക്ഷാ കേന്ദ്രത്തിന്റെയും ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സുതാര്യവും കാര്യക്ഷമവുമായി നിയമനങ്ങൾ നടത്തുന്നതിൽ കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഇന്ത്യയിൽ ഇത്രയും സുതാര്യമായി പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രവർത്തിക്കുന്ന മറ്റൊരു സംസ്ഥാനമില്ലെന്നും മന്ത്രി പറഞ്ഞു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ജില്ലാ ഓഫീസ് കെട്ടിടത്തിന്റെയും ഓൺലൈൻ പരീക്ഷാ കേന്ദ്രത്തിന്റെയും ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയുടെ വികസന പാതയിൽ പുതിയ നാഴികക്കല്ലാണിതെന്നും മന്ത്രി പറഞ്ഞു. കാസർഗോഡ് ജില്ലയുടെ പ്രവർത്തന മികവിന്റെയും സേവനത്തിന്റെയും പാതയിൽ പുതിയൊരു നാഴികക്കല്ലാണ് ഇന്നിവിടെ ശിലാഫലകം അനാച്ഛാദനം ചെയ്യുന്നതിലൂടെ നാം എല്ലാം ചേർന്ന് നിർവഹിച്ചു. ഈ ജില്ലയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിൻ്റെ സവിശേഷതകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ നടപടികളും ഓരോന്നോരോന്നായി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു കൊല്ലം ശരാശരി 1 കോടി അപേക്ഷകളാണ് കൈകാര്യം ചെയ്യുന്നത്. എന്തിനാണ് ഇത്ര സ്റ്റാഫ്, എന്തിനാണ് ഇത്രയും മെമ്പർമാർ എന്ന ചോദ്യം പല ഘട്ടങ്ങളിലും ഉയർന്നു വരാറുണ്ട്. കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ MR ബൈജു അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ M ജഗദീഷ്, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, NA നെല്ലിക്കുന്ന് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം, കാസർഗോഡ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷാഹിന സലീം, മുനിസിപ്പൽ കൗൺസിലർ സുധാറാണി, PSC അംഗങ്ങളായ CK ഷാജിബ്, VR രമ്യ, K പ്രകാശൻ, സെക്രട്ടറി സാജു ജോർജ്, ജില്ലാ ഓഫീസർ G ബാലകൃഷ്ണ നായക് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സർക്കാർ പ്രസ്സുകളെ നവീകരിക്കാൻ 100 കോടി ചെലവാക്കിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അച്ചടി വകുപ്പിന്റെ ജില്ലയിലെ ഫോം സ്റ്റോറിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സർക്കാർ പ്രസ്സുകളെ നവീകരിക്കാൻ 100 കോടി ചെലവാക്കിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അച്ചടി വകുപ്പിന്റെ ജില്ലയിലെ ഫോം സ്റ്റോറിന്റെ ഉദ്ഘാടനം ഓൺലൈനിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വർഷത്തോടെ സർക്കാർ പ്രസ്സുകൾ ആധുനീകരിക്കാനുള്ള നടപടികൾ പൂർത്തിയാകും. ഫോം സ്റ്റോറുമായി ബന്ധപ്പെട്ട പല ആവശ്യങ്ങൾക്കും ഇനി പൊതുജനത്തിനും ഉദ്യോഗസ്ഥർക്കും ഇതര ജില്ലയെ ആശ്രയിക്കേണ്ടതില്ലെന്നും സർക്കാർ പ്രസ്സുകളുടെ അടച്ചുപൂട്ടലല്ല സർക്കാരിന്റെ നിലപാടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അച്ചടി വകുപ്പിന് കീഴിൽ പ്രവർത്തനം ആരംഭിക്കുന്ന കാസർഗോഡ് ജില്ലാ സ്റ്റോറിന്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. അതോടൊപ്പം
മണ്ണന്തല ഗവൺമെന്റ് ബസ്സിലും തിരുവനന്തപുരം സെൻട്രൽ ബസ്സിലും സ്ഥാപിച്ചിട്ടുള്ള കമ്പ്യൂട്ടർ ടു പ്ലേറ്റ് മെഷീനുകളുടെ ഉദ്ഘാടനവും നടത്തുകയാണ്. കഴിഞ്ഞ ബജറ്റിലാണ് ഇതിനായുള്ള നീക്കിയിരിക്കുന്നുണ്ടായത്. ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ എങ്ങനെ നടപ്പാക്കപ്പെടുന്നു എന്നതിന്റെ ഉദ്ഘാടനം കൂടിയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട പദ്ധതി. നിലവിൽ കാസർഗോഡ് ജില്ലയിലുള്ളവർക്ക് ഇത്തരം ആവശ്യങ്ങൾക്ക് സമീപ ജില്ലകളിൽ പോകേണ്ടതായിരുന്നു. അതിലിപ്പോ മാറ്റം വരിക. നവീനമായ ഈ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ സർക്കാർ പ്രിന്റിംഗ് സംവിധാനങ്ങളും നവീകരിക്കപ്പെടേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി 100 കോടി രൂപ ചെലവഴിച്ച് സർക്കാർ ബസ്സുകളുടെ ആധുനികവൽക്കരണം നടപ്പാക്കി വരിക. ഈ വർഷത്തോടെ നവീകരണ പദ്ധതികൾ പൂർത്തീകരണത്തിലേക്ക്. ചടങ്ങിൽ തിരുവനന്തപുരം ഗവൺമെന്റ് സെൻട്രൽ പ്രസ്സിലെയും മണ്ണന്തല ഗവൺമെന്റ് പ്രസ്സിലെയും CTP മെഷീനിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. മന്ത്രി AK ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കേരള സർവീസ് റൂൾസ് പുസ്തകം മന്ത്രിയിൽ നിന്ന് KP രൂപകലയും സേവന പുസ്തകം അരുൺ തോമസും ഏറ്റുവാങ്ങി. ഗസറ്റ് വിജ്ഞാപനത്തിനുള്ള അപേക്ഷ അബ്ദുൾ അഷ്റഫിൽ നിന്ന് അച്ചടി വകുപ്പ് കൺട്രോളർ ഓഫ് ഫോംസ് VR പ്രശാന്ത് കുമാർ ഏറ്റുവാങ്ങി. എന്നെ നെല്ലിക്കുന്ന് MLA, ADM P അഖിൽ, ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് വസന്തൻ അജക്കോട്, പഞ്ചായത്ത് അംഗം VA മുഹമ്മദ് ഹനീഫ, സർവീസ് സംഘടനാ പ്രതിനിധികളായ PV സതീഷ് കുമാർ, Y സന്തോഷ് കുമാർ, V ശോഭ, സുരേഷ് പെരിയങ്ങാനം, EV രാജേഷ്, മധു കരിമ്പിൽ, കൊളത്തൂർ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ 13ാമത്തെ ഫോം സ്റ്റോറാണ് കാസർഗോഡ് ഉദ്ഘാടനം ചെയ്തത്. മുൻപ് കണ്ണൂരിലെ ഫോം സ്റ്റോറിൽ നിന്ന് ലഭ്യമായിരുന്ന സേവനങ്ങൾ ഇനി മുതൽ ജില്ലയിലെ പുതിയ സ്റ്റോറിൽ ലഭിക്കും. പുതിയ ഫോം സ്റ്റോർ തുറന്നതോടെ ഗുണഭോക്താക്കളുടെ ദീർഘദൂര യാത്രയും ഒഴിവാകും. വിദ്യാനഗറിൽ കളക്ട്രേറ്റിലെ C&D ബ്ലോക്കിലെ 2ാം നിലയിലാണ് സ്റ്റോർ പ്രവർത്തിക്കുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അച്ചടക്കവും സ്വാതന്ത്ര്യവും രണ്ടാണെന്ന് തിരിച്ചറിയണമെന്ന് MR രാജേഷ്. വിദ്യാനഗർ ചിന്മയ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ജ്ഞാനയജ്ഞം പ്രഭാഷണ പരമ്പരയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർത്തമാനകാല സമൂഹത്തിൽ സ്വാതന്ത്ര്യവും അച്ചടക്കവും പരസ്പരം തെറ്റിദ്ധരിക്കപ്പെടുകയും അതിന്റെ പരിണിതഫലം ദുരന്തമായി മാറുകയുമാണെന്ന് കാശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപകനും വേദപണ്ഡിതനുമായ MR രാജേഷ് പറഞ്ഞു. വിദ്യാനഗർ ചിന്മയ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ജ്ഞാനയജ്ഞം പ്രഭാഷണ പരമ്പരയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആധ്യാത്മിക അനുഗ്രഹാശിസുകൾ പകർന്നു നൽകുന്ന ഈ ചിന്മയ ഓഡിറ്റോറിയത്തിൽ മഹാനായ ഒരു ഋഷിതുല്യനായ സ്വാമി ചിന്മയാനന്ദന്റെ പാദസ്പർശനത്തിൽ ഇവിടെ 2 വാക്ക് സംസാരിക്കാനുള്ള അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത് ഈശ്വര കടാക്ഷമല്ലാതെ മറ്റൊന്നും. ഇന്ന് നമ്മൾ വേദങ്ങളുടെ കുടുംബ കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് നാളെയുമായി നീണ്ടു നിൽക്കുന്ന ജ്ഞാനയജ്ഞം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുടുംബവുമായി ബന്ധപ്പെട്ട, ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ ഭാരതത്തിന് 4 ആശ്രമങ്ങളാണ് ഉള്ളത്. ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥാശ്രമം, സന്യാസം. അറിവ് ശേഖരിക്കുന്നതിൽ നാം അലസരാകുന്നു. അത് മാറണം.
അതിനായി ധർമ്മം പാലിക്കണം. അതിനുവേണ്ടി മനസ്സും ബുദ്ധിയും ഒരുമിക്കണമെന്നും അത് വേദങ്ങളിൽ നിന്ന് ആർജിച്ചെടുക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുകുമാരൻ പെരിയച്ചൂർ, എം ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. രാജേഷിന്റെ ശിഷ്യകളായ ആർ അനിതാകുമാരി, പി ഓമന, സി രാധ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടത്തിയ അഗ്നിഹോത്രത്തോടെയാണ് ചടങ്ങ് സമാപിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മലബാറിന്റെ ഭാവി കിസാൻ മേളയായി മാറുമെന്ന് കരുതുന്ന കേരള കാർഷിക സർവകലാശാല പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ 4ാമത് ഫാം കാർണിവലിന് തുടക്കമായി. കാർഷിക രംഗത്തെ നൂതന സംവിധാനങ്ങൾ പരിചയപ്പെടുത്തുകയും കർഷകരെയും വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും കൂടുതലായി കൃഷിയിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നതിന് ലക്ഷ്യമിട്ടാണ് കാർണിവൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ 4ാമത് ഫാം കാർണിവലിന് തുടക്കമായി. 17 ദിവസം നീളുന്ന RARS ഫാം കാർണിവൽ കാർഷിക കേന്ദ്രത്തിലെ ചമയം ഓഡിറ്റോറിയത്തിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM മീനാകുമാരി ഉദ്ഘാടനം ചെയ്തു. രംഗത്ത് വരുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും അവസാനമായി നമുക്കറിയാം, ജമ്മു കാശ്മീരിൽ മാത്രം വിളഞ്ഞിരുന്ന കുങ്കുമ കൃഷി കൃത്രിമമായി ജമ്മു കാശ്മീരിന്റെ സാഹചര്യങ്ങൾ വീടിന്റെ ടെറസിൽ സൃഷ്ടിച്ചുകൊണ്ട് കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്ന യുവ കർഷകരെ നമ്മൾ ഇതിനിടെയാണ് വയനാട്ടിൽ പരിചയപ്പെട്ടിട്ടുള്ളത്. മണ്ണ് വേണമെന്നില്ല കൃഷിക്കിപ്പോ, അല്ലെ? പുതിയ സാങ്കേതിക വിദ്യ അനുസരിച്ച് മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന പുതിയ സാങ്കേതിക വിദ്യ അടക്കം കണ്ടുപിടിക്കപ്പെടുന്നു എന്നുള്ളതും ഏറെ ആശാവഹമായ കാര്യം തന്നെയാണ്. ടെറസിൽ കൃഷി ചെയ്യും. അപ്പൊ തീർച്ചയായും നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന രീതിയിൽ ഭക്ഷ്യാവശ്യങ്ങൾക്കുള്ള മുഴുവൻ ഉൽപ്പന്നങ്ങളും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്നുള്ളത് നമ്മളെല്ലാവരും കൈവരിക്കേണ്ട ഒന്നാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരും കൃഷിയിലേക്ക്, നമ്മുടെ ഒരു വീട്ടിൽ 10 സെന്റ് സ്ഥലമുള്ള 5 സെന്റ് സ്ഥലമുള്ള ആളുകൾ ആ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായും കൃഷിയിലേക്ക് ഇറങ്ങണം. പുതിയ ഇനം തെങ്ങിൻ തൈകളുടെ വിതരണം കാർഷിക സർവകലാശാല ജനറൽ കൗൺസിൽ അംഗം ഡോക്ടർ ടി സജിത റാണി നിർവഹിച്ചു. കരിമീൻ കുഞ്ഞുങ്ങളുടെ വിൽപ്പന കാസർഗോഡ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പി രാഘവേന്ദ്രയും പൈതൃക വിത്തുത്സവത്തിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര നടൻ ഉണ്ണിരാജ് ചെറുവത്തൂരും നിർവഹിച്ചു. ഡോക്ടർ വത്സലൻ നായർ പ്രഭാഷണം നടത്തി. ജില്ലാതല ക്യൂസ് മത്സരത്തിലെ വിജയികൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സമ്മാനദാനം നിർവഹിച്ചു. ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ ടി വനജ, അസിസ്റ്റന്റ് പ്രൊഫസർ KV സുമേഷ്, പി കുഞ്ഞിക്കണ്ണൻ, PV ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. വൈകുന്നേരം നടന്ന ലഹരി വിമുക്ത ബോധവൽക്കരണ സദസ്സിൽ പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ഡോക്ടർ ബിപിൻ ക്ലാസ് എടുത്തു. രാത്രി ടീം ഹൃദയരാഗം അവതരിപ്പിച്ച ഗാനമേള അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഹിന്ദു ഏകതാ സമ്മേളനത്തോടനുബന്ധിച്ച് സപ്തശക്തി മാതൃസമ്മേളനവും വിളംബര ഘോഷയാത്രയും നടത്തി. മാവുങ്കാൽ ആനന്ദാശ്രമ പരിസരത്തു നിന്നും ആരംഭിച്ച് പുതിയ കണ്ടം വിശ്വകർമ്മ ക്ഷേത്രത്തിൽ സമാപിച്ചു. മാർച്ച് 1 നടക്കുന്ന അജാനൂർ പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ ഭാഗമായി സപ്തശക്തി മാതൃസമ്മേളനവും വിളംബര ഘോഷയാത്രയും നടത്തി. മാവുങ്കാൽ ആനന്ദാശ്രമ പരിസരത്ത് നിന്നും ആരംഭിച്ചു. പുതിയ കണ്ടം വിശ്വകർമ്മ ക്ഷേത്രത്തിൽ സമാപിക്കുകയും തുടർന്ന് സപ്തശക്തി മാതൃസമ്മേളനം ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരി ശശികല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഒന്നാണ് അതിലേക്ക് അമ്മമാരെ നമുക്ക് അന്നാമത് ഒന്നാനെ പോയത്. ആരാണ് ഒന്നാവാൻ ആദ്യം ശ്രമിക്കേണ്ടത്? ആർക്കാണ് ഒന്നാവാൻ ചെറിയ മടിയുണ്ടാകും? നാട്ടുപുറത്ത് പണ്ടൊരു ചൊല്ലില്ലേ, 4 തല ചെയ്ത് ഇതൊക്കെ ഇത് എങ്ങനെയോ കാര്യങ്ങളെ കൊണ്ട് നമ്മളെ ഒരു രൂഢം പോലെ പഠിക്കും. ഹിന്ദു സമാജത്തിന്റെ ഐക്യത്തിനും മുന്നോട്ടു പോക്കിനും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ പുതുതലമുറകൾക്ക് പകർന്നു നൽകാൻ വേണ്ടി അമ്മമാർ കർത്തവ്യബോധത്തോടുകൂടി മുന്നോട്ടിറങ്ങണമെന്ന് ശശികല ടീച്ചർ പറഞ്ഞു. പരിപാടിയിൽ ഗീതാ ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. അനിത സുധാകരൻ സ്വാഗതം പറഞ്ഞു. പരിപാടിയിൽ അമ്മമാരുടെ നേതൃത്വത്തിൽ അഗ്നിഗോത്ര യാഗവും ബാലികമാരുടെ നേതൃത്വത്തിൽ ഗീതാ പാരായണവും നടത്തി. ശാന്തി മന്ത്രോച്ചരണങ്ങളോടെ പരിപാടിക്ക് സമാപനം കുറിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഗ്രാമീണ നന്മകളെ ഓർമ്മപ്പെടുത്തി ദാമോദരൻ ഒരുക്കുന്ന കുടിവെള്ള വിതരണത്തിന് തുടക്കമായി.
ചാലിങ്കാലിൽ തീവണ്ടി മാതൃകയിൽ നിർമ്മിച്ച മതിൽക്കെട്ടിലാണ് കുടിവെള്ള വിതരണത്തിന് സൗകര്യമൊരുക്കിയിരിക്കുന്നത്. ഗ്രാമീണ നന്മകളെ ഓർമ്മപ്പെടുത്തി ദാമോദരന്റെ കുടിവെള്ള വിതരണത്തിന് തുടക്കം കുറിച്ചു. പഴയ കാലങ്ങളിൽ മുളിപ്പുല്ലും വിറകും ശേഖരിച്ച് മടങ്ങുന്നവർക്ക് നട്ടുച്ചവെയിലിൽ മോരും വെള്ളം വിതരണം മുടങ്ങാതെ നൽകിയിരുന്ന അമ്മയുടെ ഓർമ്മയിലാണ് ചാലിങ്കാലിൽ തീവണ്ടി മാതൃകയിൽ നിർമ്മിച്ച മതിൽക്കേട്ടിൽ കുടിവെള്ള വിതരണത്തിന് സൗകര്യമൊരുക്കിയത്. 6.5 പതിറ്റാണ്ട് മുമ്പത്തെ ജീവിതത്തെ ഓർമ്മപ്പെടുത്തും വിധം അമ്മ പരൈതയായ ആച്ചയുടെ വേഷമണിഞ്ഞ് ദാമോദരനും കൂടെ മുളിപ്പുല്ല് ശേഖരിക്കുന്ന സ്ത്രീകളുടെ വേഷമണിഞ്ഞ് ദാമോദരന്റെ സഹോദരി VV കല്യാണിയും കുന്നുപാറയിലെ CK രോഹിണിയും ചാലിങ്കാലിലെ KP യശോദയും നാരായണിയും ഓമനയും വണ്ണാറത്ത് യശോദയും കാലിച്ചാമരത്തെ കുഞ്ഞിപ്പെണ്ണും കൂടെ നിന്നു. മുളിപ്പുല്ല് കെട്ടും കൂട്ടയിൽ നിറച്ച മൺചട്ടികളും വിറക് കെട്ടും ചപ്പിലക്കെട്ടും തലയിലേന്തി സ്ത്രീകളെല്ലാം വരിവരിയായി നടന്നെത്തി. നാടക നടൻ കൂടിയായ ദാമോദരൻ മുത്തശ്ശി വേഷത്തിൽ പഴയ കാലത്തെ നന്മകളെ നാടകീയ നാട്ടുസദസ്സിന് മുന്നിൽ അവതരിപ്പിച്ചു. ക്ഷീണിതരായി വന്നവർക്കെല്ലാം മോരും വെള്ളം വിതരണം ചെയ്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ CK സബിത ഉദ്ഘാടനം നിർവഹിച്ചു. പഴയ കാലത്ത് നമ്മളെല്ലാം ഏറെ ഗൃഹാതുരതയോടെ ഓർക്കുന്ന കാര്യങ്ങളാണ്. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള കെട്ടുകൾ തലച്ചുമടായി കൊണ്ടുവന്ന് നമ്മുടെ എല്ലാം വീടുകളിലേക്ക്, നമ്മുടെ എല്ലാം പ്രദേശങ്ങളിലൂടെയെല്ലാം കടന്നു പോകുന്ന നിരവധിയായിട്ടുള്ള സ്ത്രീകളെയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമമായിരുന്നു ഇത്. പഴമയുടെ കഥകൾ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവര് ശ്രവിക്കുന്നതിനപ്പുറത്തേക്ക് അത് അനുഭവങ്ങളായിട്ട് അവരുടെ മുമ്പിലേക്ക് ഇങ്ങനെയൊരു നാടക രൂപത്തിലേക്ക് തന്നെ അവതരിപ്പിച്ചുകൊണ്ട് അവരെ കൃത്യമായിട്ട് അത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും അവരുടെ മനസ്സിലേക്ക് അത് പതിയുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഒരു ശ്രമകരമായിട്ടുള്ള ഇടപെടലായിരുന്നത്. മുൻ റെയിൽവേ ഉദ്യോഗസ്ഥനായ ദാമോദരനൊരുക്കിയ പരശുറാം എക്സ്പ്രസ് മാതൃക നിർമ്മിച്ച തീവണ്ടി മതിൽ ക്രൈംബ്രാഞ്ച് DVSP T മധുസൂദനൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. അമ്മയോടും പണ്ടത്തെ കൂലിപ്പണിയോടും ആണ് ഇഷ്ടമുണ്ടായിരുന്നത്. അത് റെയിൽവേ പിരിഞ്ഞു വന്നപ്പോൾ VRS കൊടുത്തിട്ടാണ് പിരിഞ്ഞത്. 20 കൊല്ലം സർവീസിന് ശേഷം ഞാൻ VRS കൊടുത്തു. അതിനുശേഷം എനിക്ക് പഴയ അതായത് കൃഷി, മറ്റേ ഉഴുവൽ, വെള്ളം തേവൽ ഇതിനോടായിരുന്നു വലിയ ഇഷ്ടം. അതുകൊണ്ട് അത് ഞാൻ ആവർത്തിച്ചു. ഇപ്പോൾ ഏത് എഴുതുമ്പോഴും ഞാൻ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേര് തൂമ്പാങ്ങാണ്. അതിലും എൻ്റെത് എല്ലാം പഴയ സംഗതികളാണ്. എനിക്കതിനോട് വലിയ പ്രതിപത്തിയാണ്. പിന്നെ ഇതുപോലെ ഒരു ട്രെയിൻ ഉണ്ടാക്കാനും ഇതുണ്ടാക്കി ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ അമ്മയാണ് എന്നെ വളർത്തിയെടുത്തത്. ഉദ്യോഗസ്ഥനാക്കിയതും അമ്മയാണ്. അമ്മയുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോച്ച് ഉണ്ടാക്കിയത്. ചടങ്ങിൽ പഞ്ചായത്ത് അംഗം ലീലാചന്ദ്രൻ, ഗോവിന്ദൻ രാവണേശ്വരം, പുരുഷോത്തമൻ പെരിയ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അരവത്ത് മട്ടൈങ്ങാനം കഴകം പൂമ്പാണംകുഴി ക്ഷേത്രത്തിൽ 6 ദിവസം നീളുന്ന നവീകരണ ബ്രഹ്മകലോത്സവത്തിന് തുടക്കമായി. കലവറ ഘോഷയാത്ര ഭക്തിയുടെ നിറവിൽ നടന്നു. അരവത്ത് മട്ടൈങ്ങാനം കഴകം പൂമ്പാണംകുഴി ക്ഷേത്രത്തിൽ 6 ദിവസം നീളുന്ന നവീകരണ ബ്രഹ്മകലശോത്സവം തുടങ്ങി. ഞായറാഴ്ച രാവിലെ ക്ഷേത്രം വക കന്നിക്കലവറ നിറച്ചു. പിന്നാലെ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ കലവറ ഘോഷയാത്രകൾ ക്ഷേത്രമുറ്റത്തെത്തി. മട്ടൈ, പതിക്കാൽ പ്രാദേശിക സമിതികൾ, അരവത്ത്, തച്ചങ്ങാട്, പാലത്താട്, തെക്കേക്കര, വിശ്വകർമ്മ തറവാട്, കൂടാനം യാദവ സഭ, കരുവാക്കോട്, തച്ചങ്ങാട്, വാഴവളപ്പ്, പൊടിപ്പള്ളം, പാലത്താട്, പൊടിപ്പള്ളം, കുതിരക്കോട്, തച്ചങ്ങാട്, കേക്കാനം, കാലിച്ചാമരം, വള്ളിയാലങ്കിൽ, ആലക്കോട്, തോക്കാനം, മൊട്ട പ്രാദേശിക സമിതികൾ, തൊട്ടി, കിഴക്കേക്കര, പള്ളിപ്പുഴ, ശ്രീനാരായണ ഗുരു ദേവാമന്ദിരം, തോക്കാനം തറവാട്, കീക്കാനം, അരയാലുങ്കാൽ വിഷ്ണു ക്ഷേത്രം, കാപ്പിയ കരപ്പാടകം യാദവസഭ, അരവത്ത് വാഴുന്നൂർ, അഖില കേരള യാദവസഭ പൂച്ചക്കാട് തുടങ്ങിയവിടങ്ങളിൽ നിന്നും കലവറ നിറക്കൽ ഘോഷയാത്ര എത്തി. ആയമ്പാറ യാദവസഭ, തണ്ണോട്ട് മഹാവിഷ്ണു ക്ഷേത്രം കൂടാതെ വ്യക്തികളും സംഘടനകളും ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു. കുണിയ കോളേജ് മാനേജ്മെന്റ് 10 ക്വിന്റൽ അരിയും സമസ്ത കുടിവെള്ളവും നൽകി.
പി ദാമോദരൻ ആലക്കോടിന്റെ പുല്ലാങ്കുഴൽ, ഭക്തിഗാനമേള തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി. നിരവധി ആളുകൾ കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം നടന്നു. KGOS സംസ്ഥാന കമ്മിറ്റി അംഗം TO വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരത്തിൽ സാധാരണ ജനങ്ങളെയും വിദ്യാർത്ഥികളെയും ഒരുപോലെ വിഷമത്തിലാക്കുന്ന ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണണമെന്ന് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സമ്മേളനം KGOA സംസ്ഥാന കമ്മിറ്റി അംഗം TO വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അത്തരമൊരു സിവിൽ സർവീസിൽ 70 വയസ്സ് പൂർത്തിയാവുന്ന കേരളത്തിൽ 60 വർഷക്കാലവും ഈ സിവിൽ സർവീസിനെ മുന്നോട്ട് നയിക്കാൻ, ജീവനക്കാരെ മുന്നോട്ട് നയിക്കാൻ ഇടപെട്ട ഒരു സംഘടനയുടെ പ്രവർത്തകർ എന്നുള്ളതിൽ നമുക്കെല്ലാം അഭിമാനിക്കാനുള്ള കാര്യവുമാണ്. നമുക്കറിയാം, ഏറ്റവും അവസാനം 60ാമത് സമ്മേളനം ചേരുമ്പോഴേക്ക് 60 വീടുകൾ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഈ സംഘടന എടുത്തു കൊടുക്കുകയാണ്. 2018 ആലപ്പുഴയിലും അതുപോലെ കവളപ്പാറയിലും പുത്തുമലയിലും എല്ലാം ഉണ്ടായ പ്രളയങ്ങൾക്കും ദുരന്തങ്ങൾക്കും ഇരയായിപ്പോയ മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടി ഏറ്റവും അവസാനം കഴിഞ്ഞ വർഷം വയനാട്ടിലുണ്ടായ ദുരന്തത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ ഉൾപ്പെടെ പങ്കാളികളായിട്ടുണ്ട്. ഷൈന A അധ്യക്ഷത വഹിച്ചു. മനോജ് കുമാർ PV പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം സുമ DL, ജില്ലാ പ്രസിഡന്റ് മധു കരിമ്പിൽ, ജില്ലാ ട്രഷറർ PK ബാലകൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി രമേശൻ കോളിക്കര, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ വൈശാഖ് ബാലൻ, ആർജിത PV, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ വിക്രം കൃഷ്ണൻ, ഡോക്ടർ സുമേഷ്, ഡോക്ടർ അനു PP, അർജുൻ ബാലചന്ദ്രൻ, ബൈജു K, കവിത എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി ഷൈന എയും വൈസ് പ്രസിഡന്റുമാരായി ശിവദാസൻ OP, ഹരിത KP എന്നിവരെയും സെക്രട്ടറിയായി സച്ചിൻ രാജ് PVയെയും ജോയിന്റ് സെക്രട്ടറിമാരായി ഉഷ B, കവിത P എന്നിവരെയും ട്രഷററായി പ്രസാദ് Kയെയും വനിതാ കമ്മിറ്റി കൺവീനറായി ഉഷ Bയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്നുള്ള മനോവിഷമത്തിൽ യുവതി ജീവനൊടുക്കിയ സംഭവം അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മഞ്ചേശ്വരം പാവൂരിൽ നിന്നും മധ്യവയസ്കനെ ഒരു സംഘം വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി. സംഘത്തെ പിന്തുടർന്ന് മഞ്ചേശ്വരം പോലീസ് ഇയാളെ സാഹസികമായി രക്ഷപ്പെടുത്തി. മുള്ളേരിയ പെരിയടുക്കയിൽ വീട്ടുമുറ്റത്തെ കിണറ്റിൽ പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തിയ സംഭവം പ്രദേശവാസികളിൽ ആശങ്ക ഉയർത്തുന്നു. മുളിയാർ പാണൂരിലെ കയർ ഫാക്ടറിയിൽ തീപിടുത്തം, ലക്ഷങ്ങളുടെ നാശനഷ്ടം കണക്കാക്കുന്നു. കാസർഗോഡ് കാഞ്ഞങ്ങാട് ഓൾഡ് SH റോഡിന്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ചെമ്മനാട് പഞ്ചായത്ത് പരിധിയിലെ ഹിന്ദു ഏകതാ സമ്മേളന സമിതിയുടെ നേതൃത്വത്തിൽ ഹിന്ദു ഏകതാ സമ്മേളനം നടന്നു. ബ്രഹ്മചാരിണി ദിശ ചൈതന്യ ഉദ്ഘാടനം ചെയ്തു. കുവൈത്ത് സിറ്റി KEA ഖൈത്താൻ ഏരിയ ഇഫ്താർ സംഗമം നടത്തി. തക്കാര റെസ്റ്റോറന്റിൽ KEA പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി CH ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.